നാളെ ജില്ലാ ഇടതുപക്ഷ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ ഒരേ സമയം മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിലുപരി വ്യാപാരി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഹർത്താൽ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയിലെ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാതലായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് അവരുടെ മാത്രം അഭിപ്രായമല്ല, മറിച്ച് ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായമാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ ആ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിലുള്ള ഭേദഗതികളാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. പക്ഷേ അതെല്ലാം ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ തള്ളിക്കളയുകയായിരുന്നു. അതിലുപരിയായി ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു നിയമ ഭേദഗതിയായിട്ടാണ് ഇക്കാര്യങ്ങൾ മാറുന്നത്. ഫീസ് ഈടാക്കിക്കൊണ്ട് ക്രമവൽക്കരണം നടത്തി ജനങ്ങളെ കൊള്ളയടിക്കുന്ന, പണ്ടൊരു കാലഘട്ടത്തിൽ മാറുമറിക്കൽ സമരം ഉൾപ്പെടെ നടന്നിരുന്ന കേരളത്തിൻ്റെ ചരിത്ര സംഗതികളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. തങ്ങളുടെ മണ്ണും തങ്ങളുടെ സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫൈൻ ഈടാക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇടുക്കിക്കാരെ തള്ളിവിടുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നിയമം ബില്ലാക്കരുത് എന്നുള്ള ആവശ്യം വ്യാപാരി സമൂഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. തികച്ചും ജനാധിപത്യപരമായ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ ഉന്നയിച്ചത്. ഗവർണർ ഒപ്പുവയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളരെ മാതൃകാപരമായ ഒരു പദ്ധതി അവതരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവർണറെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അതെന്തുമാകട്ടെ, അപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണി അതിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തികച്ചും ഫാസിസ്റ്റ് പരമായിട്ടുള്ള നിലപാടുകളുമായി മുൻപോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണർക്കെതിരെ ആദ്യം നിലപാട് സ്വീകരിച്ചത് UDF ആണ്. ആ നിലപാട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഗവർണറുമായി ഒത്തുകളിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായി വിജയനും ഗവർണറും ഭായിയാണ്. അവർ തമ്മിലുള്ള ഒത്തുകളി അത്രത്തോളം സ്പഷ്ടമാണ്. ഇപ്പോൾ ഈ ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പുവെച്ചാൽ കുറെ കൂടി കുഴപ്പത്തിലാകുന്നത് ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ഈ നിയമത്തിൽ ഒപ്പുവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ സമരം ചെയ്യുന്നത്. അവർക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയത്തിൽ ഗവർണർ അനുകൂലിക്കാത്തതുകൊണ്ട് ബില്ല് പാസ്സായിട്ടില്ല, അത് ഞങ്ങളല്ല ഉത്തരവാദി എന്ന് പറഞ്ഞ് തടിതപ്പുകയും, മറുവശത്ത് ഈ ബില്ല് പാസ്സായാൽ അതിനുശേഷം ഉണ്ടാകുന്ന ചട്ടനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ഒരു ദുഷ്ടലാക്കുകൂടി ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ ഗവർണർ ഒപ്പുവെക്കാതെ മുന്നോട്ട് പോകുന്നതിനെ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ടാണ് ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ, ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അവിടെ രാജ്ഭവൻ മാർച്ച് ഒരു വശത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു, മറുവശത്ത് ജില്ലയിൽ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ രണ്ട് സമരങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യാപാരി വ്യവസായ സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് അവർ നടത്തുന്ന പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുമെന്ന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ഈ ഘട്ടത്തിൽ ഞാൻ അഭിപ്രായപ്പെടുകയാണ്.